Hello guys, welcome back to Codeuniq. കുറച്ച് ദിവസം മുന്നേ ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചർ അപ്ഡേറ്റ് വന്നായിരുന്നു. അതായത് ഒരു പേഴ്സണലൈസ്ഡ് ചാറ്റ് റൂം ഫേസ്ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഗൂഗിൾ മീറ്റിനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ കോൺഫറൻസ് സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഒരുമിച്ച് കൂടി ഇരുന്നിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിങ്, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവർ കമ്മ്യൂണിക്കേഷൻ നടത്തും. സെയിം പ്രൊസീജിയറിൽ ഫേസ്ബുക്ക് ഇതുപോലെ തന്നെ ഒരു ചാറ്റ് റൂം പ്രൊവൈഡ് ചെയ്തായിരുന്നു. ആ സെയിം ഫീച്ചർ ഫേസ്ബുക്ക് നേരെ വാട്സപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റ് വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ കാണാം, നമ്മളിപ്പോൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ വീഡിയോ കോൺഫറൻസിങ് അതുപോലെ തന്നെ ഏതെങ്കിലും മീറ്റിംഗ്സ് ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ നമുക്കൊരു ചാറ്റ് റൂം പോലെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. സെയിം സംഭവം ഇപ്പോൾ വാട്സപ്പിൻ്റെ ഒരു ബീറ്റ വേർഷനകത്ത് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ബീറ്റ യൂസേഴ്സിൽ തന്നെ എല്ലാവർക്കും അവൈലബിൾ അല്ല. കുറച്ച് ആൾക്കാരെ മാത്രം അവർ റാൻഡംലി സെലക്ട് ചെയ്തിട്ട് അവർക്ക് മാത്രമാണ് ഈ ഫീച്ചർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ടെസ്റ്റിംഗ് ഫേസ് അവർ കംപ്ലീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഓൾമോസ്റ്റ് എല്ലാ ബീറ്റക്കാർക്കും വരും. അത് കഴിഞ്ഞിട്ട് നേരെ വാട്സപ്പിൻ്റെ നോർമൽ വേർഷനിലേക്ക് അവർ റിലീസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു അപ്ഡേറ്റും കൂടി ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അതായത് വാട്സപ്പ് വീഡിയോ സ്റ്റാറ്റസ് ഇടുമ്പം അതിൻ്റെ ടൈം ലിമിറ്റ് 15 സെക്കൻഡ് ആയിട്ട് വാട്സപ്പ് മുന്നേ ചുരുക്കിയിരുന്നു. അതിൻ്റെ ഒരു പഴയ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫിക്സ് ചെയ്തുകൊണ്ട് ഒരു പുതിയ അപ്ഡേറ്റിനകത്ത് പിന്നെ 30 സെക്കൻഡ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്റ്റാറ്റസ് 15 സെക്കൻഡ് ആക്കിയിരുന്ന കാലത്ത് കുറേ പേർക്ക് പണി കിട്ടിയായിരുന്നു. അതായത് ഈ വീഡിയോ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവർ വാട്ടർമാർക്ക് വെച്ചിട്ട് ഈ ഹലോ പോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ട് എല്ലാവരും നല്ലൊരു രീതിയിൽ അവരുടെ പബ്ലിസിറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏണിങ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇതൊരു 15 സെക്കൻഡ് ആക്കിയപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് ഒരു 5 സെക്കൻഡിലേക്ക് ആക്കി ചുരുക്കാനുള്ള കാപ്പബിലിറ്റി അവർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പിന്നെ 30 സെക്കൻഡ് ആക്കിയപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ സ്റ്റാറ്റസ് ഇടുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് പിന്നെയും 30 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ ഫീച്ചർ എനേബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ബീറ്റ യൂസേഴ്സ് ആണെങ്കിൽ ഈ പറഞ്ഞ ചാറ്റും നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ആയിട്ട് താഴെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഗൈസ്. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.